ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. പിന്നെ ഇന്ന് സൗണ്ടിന് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഉണ്ടാകും എന്ന ഇംഗ്ലീഷിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വിൽ ഹാവ് ആണ് അതിന് യൂസ് ചെയ്യുന്നത്. ഉണ്ടാകില്ല അതിന് വോണ്ട് ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് ഇപ്രകാരമാണ്: സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് പ്ലസ് എക്സെട്ര, സബ്ജക്റ്റ് പ്ലസ് വോണ്ട് ഹാവ് പ്ലസ് എക്സെട്ര. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് നാളെ ക്ലാസ് ഉണ്ടാകും. യു വിൽ ഹാവ് ക്ലാസ് ടുമോറോ. അയാളുടെ കയ്യിൽ കാശ് ഉണ്ടാകും. ഹീ വിൽ ഹാവ് ബക്സ് വിത്ത് ഹിം. അടുത്ത മാസം ഞങ്ങൾക്ക് ഒരു സീറ്റ് ഒഴിവുണ്ടാകും. വി വിൽ ഹാവ് എ സീറ്റ് വേക്കൻറ്റ് നെക്സ്റ്റ് മന്ത്. അപ്പോൾ ഇവിടെ ഹീ ആണെങ്കിലും യു ആണെങ്കിലും ഷീ ആണെങ്കിലും എല്ലാ സബ്ജക്റ്റ് പ്രോനൗൺസ് ആണെങ്കിലും അതിൻ്റെ കൂടെ എല്ലാം നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. അവൾക്ക് ഒഴിവ് സമയം ഉണ്ടാകില്ല. ഷീ വോണ്ട് ഹാവ് ഫ്രീ ടൈം. നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവില്ല. യു വോണ്ട് ഹാവ് ക്ലാസ്. ഈ മാസം ഒരു വേക്കൻസിയും ഉണ്ടാകില്ല. വി വോണ്ട് ഹാവ് എനി വേക്കൻസി ദിസ് മന്ത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഫോം നമുക്കൊന്ന് നോക്കാം. വിൽ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാവ് പ്ലസ് എക്സെട്ര. അപ്പം ഇതാണ് ക്വസ്റ്റ്യൻ ഫോം. നമുക്ക് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഒന്ന് നോക്കാം. അവൻ്റെ കയ്യിൽ കാശ് ഉണ്ടാകുമോ? വിൽ ഹി ഹാവ് ബക്സ് വിത്ത് ഹിം. ഞങ്ങൾക്ക് നാളെ ക്ലാസ് ഉണ്ടാകുമോ? വിൽ വി ഹാവ് ക്ലാസ് ടുമോറോ. അപ്പോൾ ഇവിടെ ആണെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഹീ ആണെങ്കിലും ഷീ ആണെങ്കിലും വി ആണെങ്കിലും യു ആണെങ്കിലും നമ്മൾ ഹാവ് മാത്രമേ വില്ല് വരുമ്പോൾ യൂസ് ചെയ്യത്തുള്ളൂ. ഇനി അടുത്തത് മറ്റൊരു ഫോർമാറ്റാണ് വിൽ ഹാവ് ടു. അതിൻ്റെ മീനിങ് ചെയ്യേണ്ടി വരും എന്നുള്ളതിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ വിൽ ഹാവ് ടു ചേർക്കുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് ടു പ്ലസ് വെർബ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇഫ് വി മിസ് ദ ലാസ്റ്റ് ബസ് വി വിൽ ഹാവ് ടു ടേക്ക് എ ടാക്സി. അതായത് ലാസ്റ്റ് ബസ് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ ടാക്സി വിളിക്കേണ്ടി വരും. ഇഫ് യു ഡോണ്ട് കം ഇൻ ടൈം യു വിൽ ഹാവ് ടു സ്റ്റാൻഡ് ഔട്ട്സൈഡ് ദ ക്ലാസ്. നീ സമയത്ത് ക്ലാസ്സിൽ വരുന്നില്ലെങ്കിൽ ക്ലാസ്സിന് വെളിയിൽ നിൽക്കേണ്ടി വരും. ഇഫ് വി ഡോണ്ട് ടേക്ക് എ അംബ്രല്ല വി വിൽ ഹാവ് ടു ഗെറ്റ് വെറ്റ്. നമ്മൾ കുട എടുത്തില്ല എങ്കിൽ നനയേണ്ടി വരും. വി വിൽ ഹാവ് ടു വെയിറ്റ് അറ്റ്ലീസ്റ്റ് 1 hour ഫോർ ദ നെക്സ്റ്റ് ബസ്. അടുത്ത ബസ്സിനായി ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും കാത്തു നിൽക്കേണ്ടി വരും. ഓക്കെ, ഇഫ് യു സ്റ്റാൻഡ് ഷുവർട്ടി ഫോർ ഹിം യു വിൽ ഹാവ് ടു പേ ദ എമൗണ്ട് ഹി ഓവ്സ്. അതായത് നിങ്ങൾ അയാൾക്ക് ജാമ്യം നൽകുകയാണെങ്കിൽ അയാൾ കൊടുക്കാനുള്ള പണം താങ്കൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇനി അടുത്തത് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് പ്ലസ് വോണ്ട് ഹാവ് ടു പ്ലസ് വെർബ് എന്നാണ് ഫോർമാറ്റ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. നമുക്ക് ഏതായാലും അങ്ങു വരെ നിന്ന് പോകേണ്ടി വരില്ല. ബസ്സിലത്തെ കാര്യമാണ് ഈ പറയുന്നത്. എനിവേ വി വോണ്ട് ഹാവ് ടു സ്റ്റാൻഡ് ഓൾ ദ വേ. അയാൾ എന്നെ ക്ഷണിക്കുന്നില്ല എങ്കിൽ ഞാൻ പോകേണ്ടി വരില്ല. ഇഫ് ഹി ഡസൻറ്റ് ഇൻവൈറ്റ് മീ ഐ വോണ്ട് ഹാവ് ടു ഗോ. അടുത്തത് നോ വി ഡോണ്ട് ഹാവ് ടു. അപ്പോൾ അത് ഒരു ശൈലിയാണ്. അതിന് തക്ക ഗതികേട് ഉണ്ടാവില്ല. അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻ ഫോം ഒന്ന് നോക്കാം. വിൽ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാവ് ടു പ്ലസ് വെർബ്. അതാണ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്. അപ്പം ഇതിനകത്ത് സബ്ജക്റ്റ് ഹീ ആണേലും ഷീ ആണേലും ഹാവ് ടു ആണ് ചേർക്കേണ്ടത്. എക്സാമ്പിൾസ്: വിൽ യു ഹാവ് ടു ഗീവ് ഡൊണേഷൻ. നീ സംഭാവന കൊടുക്കേണ്ടി വരുമോ? വിൽ വി ഹാവ് ടു റിട്ടേൺ ഹോം വിത്തൗട്ട് സീയിങ് ദ മൂവി. നമ്മൾ പടം കാണാതെ തിരിച്ചു വീട്ടിൽ മടങ്ങേണ്ടി വരുമോ? അപ്പോൾ ഈ ടോപ്പിക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പക്ഷം സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും അതുപോലെ ഹൈസ്കൂൾ ഗ്രാമർ റെഫർ ചെയ്യുന്നവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.